എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്തുണ്ട്. അവന് പെണ്ണ് കെട്ടാനുള്ള പ്രായമൊക്കെ ആയി, കല്യാണം അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ പെണ്ണ് കാണാൻ പോയി അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ ഫോട്ടോഗ്രാഫറാന്ന് പറയും. ഫോട്ടോഗ്രാഫറാന്ന് പറയുമ്പോൾ പറയും ഫോട്ടോഗ്രാഫർ വേണ്ടാന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ മാട്രിമോണിയിലേക്ക് എത്തി. മാട്രിമോണിയിൽ അന്വേഷിച്ച് പിടിച്ച് മാട്രിമോണിയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കണതിന് പകരം രാത്രിയിൽ ഇരുന്നിട്ട് തോണ്ടുന്നത് മുഴുവൻ എന്താണ്, മാട്രിമോണി സൈറ്റുകളാണ്. എല്ലാ മാട്രിമോണി സൈറ്റിൽ കയറിയിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ അല്ലേ, അപ്പൊ നമ്മള് ഫോട്ടോഗ്രാഫർമാരെ പ്രിഫർ ചെയ്യില്ല എന്ന് പറയും. അപ്പൊ ഇത് രസകരമായ കാര്യം എന്താ വെച്ചാല് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോണത് എങ്ങോട്ടാന്നറിയോ, താലികെട്ട് ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ഷൂട്ട് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഇരുന്ന് കരയുന്ന ഒരു ലോലഹൃദയനായിട്ട് പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫർമാരെ നമുക്ക് തോന്നാറുണ്ട്. ഞാൻ പറയുന്നത് ഒരു ആവറേജ് ഫോട്ടോഗ്രാഫർ ഒരു 50,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഒരു മാസം ഒരു മിനിമം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത്രയും പോരെ ഒരു പെണ്ണിനെ പോറ്റാനായിട്ട്. ഇതിലും കൂടുതൽ വരുമാനമുള്ള വേറൊരു ജോലി, അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വരെ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫോട്ടോഗ്രാഫർമാർക്ക് പെണ്ണ് കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടുകാർ തയ്യാറല്ല. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ?